വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ ഡയറീസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് വിശേഷം? നല്ല വിശേഷമല്ലേ? അപ്പോൾ ഓണത്തിന് നമ്മുടെ ഒരു ചെറിയൊരു ഓലക്കൂട മേക്ക് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ്. അതും ഓലയില്ലാണ്ടൊരു തട്ടിക്കൂട്ട് ഓലക്കൂടാട്ടാ. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ വലിയ കാര്യമായിട്ടുള്ള ഓലക്കൂട ഒന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനും അതുപോലെ ചെറിയ 2-3 ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് ഓലക്കൂടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് കാര്യത്തേക്ക് കിടക്കാട്ടാ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മൈദയാണ്. പൊട്ടിച്ചെടുത്ത ആവേശത്തിൽ അവിടെയൊക്കെ കളഞ്ഞിട്ടാണ്, തിണ്ടിൻ്റെ പേരിൽ കളഞ്ഞിട്ടാണ് നമ്മുടെ കലാപരിപാടികൾ ഇളക്കി കൂട്ടുന്നത്. ഇത് മൈദയാണ് കേട്ടോ. മൈദ നല്ല തിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കലക്കി വയ്ക്കുക. പശയാണത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതാ ഒരു സിമൻറ്റ് ചട്ടിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് നമ്മുടെ ഇതിൻ്റെ പണിയായ കാരണം ഇതിനൊരു ക്ഷാമമില്ല. അപ്പോൾ സംഭവം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതൊന്നും എടുത്തത് കേട്ടോ. ഒരുപാട് വലുപ്പത്തിലുള്ളത് അച്ഛൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ട കൂടെ എടുക്കുന്നതല്ലേ. അപ്പോൾ ചെറിയ ഓലക്കൂട മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചട്ടി എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കാം. ഇനി നമ്മുടെ ചട്ടി മേക്ക് ചെയ്യുന്ന സംഭവത്തിൽ ആദ്യം നമ്മൾ ചട്ടി എടുക്കുക. അതിലേക്ക് ആദ്യം വയ്ക്കുന്ന 2-3 പേപ്പേഴ്സ് നനച്ചിട്ട് സാധാ വെള്ളത്തിൽ നനച്ചൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ഈ മൈദ വെച്ചിട്ട് തേക്കാനും മുട്ടിക്കാനും പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചട്ടിയിൽ നിന്ന് നമുക്ക് ഈ മൈദയും കിട്ടില്ല, പേപ്പറും കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാവും ഗൈസ്. അപ്പോൾ അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതാദ്യം ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ മൈദ എടുത്തിട്ട് തേച്ച് ഒരു വനിതയുടെ ഫുൾ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം, എന്ത് പേപ്പർ വേണമെങ്കിലും എടുക്കാം. ഞാനൊരു വനിത ബുക്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് ഞാൻ ഫുള്ള് തേച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തേക്കാനും മുട്ടിക്കാനും ഞാൻ കുറച്ച് ബാക്കിലാണ്. ഞാൻ മറ്റുള്ളവരങ്ങനെ തേക്കാറൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളവർ തേക്കുന്നത് ആരും അങ്ങനെ തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഐഡിയ ഇല്ല. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ തേച്ചൊട്ടിക്കുന്നുണ്ട് ഗൈസ്, കാണുക. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇങ്ങനെ ഒട്ടിക്കാൻ നല്ല രസമുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ ചെയ്ത് വന്ന് നോക്കുമ്പോൾ അതിന് ക്രൈസായിട്ടാണ് ഒരുപാട് ഞാൻ ഒട്ടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബുക്ക് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുത്തിട്ട് ഒട്ടിച്ചോളൂ. ഇത് ന്യൂസ് പേപ്പർ വേണമെങ്കിലും ചെയ്യാം. എല്ലാ പേപ്പറും എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കട്ടോ. അപ്പോൾ നന്നായി ഒട്ടിച്ചിട്ട്, അതായത് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാര്യമൊക്കെ പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ഒട്ടിക്കുന്നത്. ഞാൻ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒട്ടിച്ചാലും നിങ്ങളെല്ലാ വീഡിയോ ഇരുന്ന് കാണും. ഞാൻ എത്ര ഒട്ടിച്ചെന്നുള്ളത് നിങ്ങൾ എണ്ണിട്ട് ലാസ്റ്റ് ഒരു പണിയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടിച്ച് ഇതാ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് സംഭവം. ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെക്കുക പറഞ്ഞിട്ട് ഞാൻ തണലത്താണ് വെക്കുന്നത്. കാരണം ഞാൻ വൈകുന്നേരത്താണ് ഉണ്ടാക്കിയത്, വെയിലുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ചെറിയൊരു മഴക്കാറ് പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വെയിൽ വന്നോളൂ വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പാടത്ത് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഉണങ്ങി കിട്ടണം. നന്നായി ഉണങ്ങിയാൽ നമുക്ക് ആ ഷേപ്പിൽ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പാടത്ത് കൊണ്ടുപോയി വെക്കുന്ന വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്. കണ്ടോളൂ ഗൈസ്, ഞാൻ പാടത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിത് വെച്ചതിലൊരു അബദ്ധം പറ്റി. ആ സൈഡിലുള്ള പുല്ലുമത്തെ വെള്ളമൊക്കെ നമ്മുടെ സൈഡിലൊക്കെ വന്നിറങ്ങിയിട്ട് അത് വീണ്ടും നനഞ്ഞു തുടങ്ങി. കണ്ടോ? നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ പാടത്തുള്ള ചേമ്പൊക്കെ ഞാൻ ഒട്ടിച്ച് അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കണ്ട. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഇത് ഉണങ്ങി കിട്ടാൻ 2 ദിവസം പിടിച്ചു കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ വാർപ്പിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ പാടത്ത് കൊടുന്ന് വെച്ചുള്ളൂ. പാടത്ത് നല്ല വെയിലാണല്ലോ. അപ്പോൾ എന്തായാലും 2 ദിവസം എടുത്തിട്ട് നമ്മൾ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഐറ്റം എന്നിട്ട് ഉണക്കി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഉണക്കിയെടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക. അത് ആ ഷേപ്പ് കൊണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നമ്മളിതാ സൂക്ഷിച്ച് ചെയ്യണം. നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തോ ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവും, ഒക്കെ പണി പാളിപ്പോവും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. എനിക്ക് പിന്നെ ഭയങ്കര ക്ഷമയും അതുപോലെ ശ്രദ്ധയുള്ള കാരണം ഞാൻ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ്. കാരണം എനിക്കിങ്ങനെ വയ്യ, 2 ദിവസം പെട്ടിട്ട് ഉണക്കിയെടുത്ത സംഭവമാണ്. ഇനി ഇത് കേടെടുത്താൻ വയ്യച്ചിട്ട് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതെടുത്ത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലാണ് ഇത് കിട്ടിയിട്ട്, വേഗം കിട്ടി. അപ്പോഴാണ് ഗൈസ് ഞാൻ ഞെട്ടിക്കുന്നത് സത്യം മനസ്സിലായത്. അതിൻ്റെ ഉള്ളിൽ ഉണങ്ങിയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര പണിയായി പോയിട്ടാ. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി ആ സൈഡൊക്കെ വെട്ടി വൃത്തിയാക്കി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ എടുക്കുകയാണ്. കുടയുടെ ആ ഒരു ഇതില്ലേ, ആ സംഭവം നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഓലയാണ്. ഇത് എന്തിൻ്റെ ഓലയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതില്ലേ എന്ത് വെച്ചിട്ട് കവുങ്ങിൻ്റെ ഓല പട്ട ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പിച്ചി എടുത്തിട്ടുള്ളത്. അതാണ് അതിലേക്ക് വെക്കാനും പിന്നെ റൗണ്ട് എടുത്താൽ വൃത്തിക്ക് നിൽക്കുക. ഒട്ടിക്കാനും പറ്റുക ഇത് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇനി ഓല വേണമെന്നുണ്ടെങ്കിൽ ഓല ഈർക്കിളി വളഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ പച്ചോലൊക്കെ വെക്കുന്ന ബുദ്ധിമുട്ടല്ലേ, അതിനുള്ള സമയം സാവകാശമൊന്നും നമുക്കില്ല. അപ്പോൾ എന്തായാലും ഇതെടുത്തു. പിന്നെ നമുക്ക് കാല് വേണമല്ലോ, കുടയ്ക്ക് കാല്. അതിന് വേണ്ടിയിട്ട് ഇതാ എന്താണെന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ തന്നെ നമ്മുടെ കടഭാഗമില്ലേ, ഓലയുടെ കടഭാഗം അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരട്ടാ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുകയാണ്. ഞാൻ ഒരുപാട് ഒട്ടിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ മിസ്സായി, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. എന്തായാലും വേണ്ടില്ല, അത് ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ആ ഒരു ഭാഗമല്ലേ, ഇതിപ്പോൾ ഞാനിങ്ങനെ പൂവ് പോലെ ഇങ്ങനെ ചിതറി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ലേ, ആ പട്ടയുടെ ഇതിൻ്റെ അല്ലേ, ഈ ഓലപ്പട്ടയുടെ എന്താന്ന് പറയുക, ഈ പാളല്ലേ, ആ പാളയുടെ ഭാഗമാണ് കേട്ടോ കീറി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഐഡിയയിൽ തോന്നിയ ഓരോ ഇതാണ് കേട്ടോ, മണ്ടത്തരമാണ്. അപ്പോൾ എന്തായാലും സംഭവം ലാസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെട്ടിട്ട് പോകുന്നല്ല ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചെയ്യുന്നത് ഇങ്ങനെ കെട്ടുക. അതായത് അവിടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, പൊളിഞ്ഞ് വരാതിരിക്കുക. പൊളിഞ്ഞ് വരുമൊന്നുമില്ല, നല്ലൊരു ഉറപ്പിന്. എന്നിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്തു. അതായത് നന്നായിട്ട് ഉറപ്പാക്കിയിട്ട് എടുത്ത്. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇവിടെയാണ് എനിക്ക് ചെറുതായിട്ട് പാളിപ്പോയത്. അതായത് ഈ സംഭവം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കണം. ആ ഒട്ടിക്കുന്നതിൽ എൻ്റെ അത് നനഞ്ഞ കാരണം കേട്ടോ, നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഒട്ടി കിട്ടും. എൻ്റെ നനഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ ഈ ഫെവിക്വിക്കും അത് ഫ്ലെക്സ് ഒട്ടിക്കുന്ന പച്ചക്കല്ല് അതൊക്കെ വെച്ച് നമ്മുടെ പലതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിർത്തിയത് ഇട്ടത്. കണ്ട നമ്മുടെ ഓലക്കൂട കണ്ട ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക. എനിക്കത് ഉണങ്ങാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങൾക്ക് അത് ഉണങ്ങി കിട്ടാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒട്ടി കിട്ടും. അതാണ് നമ്മുടെ കുട ഫൈനൽ ലുക്ക് വരുന്നത്. പൂവൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണം വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ.